അപ്പൊ അവിടെ അന്നേ ദിവസം ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നു. പുഷ്പടാണ് സാരിയെ കൊടുത്ത് അഭിനയിക്കുന്നെങ്കിൽ വിളക്കെടുത്തിട്ട് പുഷ്പ പോകാവൂ. താന്നാലും ഇല്ലെങ്കിലും പുഷ്പ വിളക്കെടുക്കണം. നിങ്ങളുടെ വിളക്കെവിടെ? ഞങ്ങളുടെ നാടും നശിച്ചോ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ. സാധനം കാണിക്കാവേ മറ്റൊരു ട്രാൻസ്ജെൻഡർ പെൺകുട്ടി ഇതേപോലെ പോയി സംസാരിക്കുന്നത്. പക്ഷേ അത് വിളക്കെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ലതും നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ പിടിച്ചൊന്ന് കിണീണ അടിച്ച് വെക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട എത്തും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. അതോടൊപ്പം ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടുക. കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റായിട്ട് ഇടുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായകരമാക്കും. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ പെട്രോൾ, ഫ്യൂവൽ, അതായത് ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്നവരെല്ലാം ഒന്ന് സഹായിച്ച് കൂടെ നിൽക്കുക. നല്ല മനസ്സിനുടമകളുടെ എല്ലാം കമൻറ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും ഞാനിവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലൂടെ കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊല്ലത്തൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി പോയി ദൈവത്തെ തൊഴുന്നൊരു ചടങ്ങുണ്ട് ഇവിടെ. അതായത് ഇത് വർഷത്തിലെല്ലായിടത്തും കാണും. മറ്റേ ചമയം എന്നൊക്കെയാണ് ഇനി അറിയപ്പെടുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ബേസിക്കലി ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാ മതത്തിലുള്ള സാധനങ്ങൾ തന്നെ. ഒന്നെങ്കിൽ നമ്മളൊരു ആചാരം എടുക്കുമല്ലോ. ഇപ്പം നമുക്ക് ഈ ആചാരത്തെ വെച്ച് തന്നെ പറയാം. പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി ദൈവത്തെ പോയി തൊഴുന്നു. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണം എന്ന് വേണ്ടിയിട്ട് ദൈവത്തെ പോയി തൊഴുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം സാധിച്ചു തന്നതിന് ഞാൻ ഇന്ന വേഷം കെട്ടി ദൈവത്തെ പോയി തൊഴുന്നു. ഇതാണ് സംഭവം. ഇതെല്ലാ മതത്തിലുണ്ട്. ഇതൊരു തെറ്റൊന്നുമല്ല കേട്ടോ. വിശ്വാസികൾക്ക് ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറഞ്ഞൊരു നല്ല കാര്യമാണ്. ഞാൻ ഒരു നല്ല വിശ്വാസിയാണ്. അപ്പോൾ അതിനെ ഒരിക്കലും തെറ്റായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മളും ദൈവം തമ്മിലൊരു ഡീലിംഗ് ആണ് ഈ ഒരു ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആചാരത്തിൽ ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി വന്നിട്ട് ആരാധിക്കും. അന്നേ ദിവസം ഈ പുരുഷന്മാർക്ക് അതായത് പലതരത്തിലുള്ള പ്രിവിലേജസും കിട്ടും. അതേപോലെ തന്നെ ഇവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആരാധിക്കാൻ വരുന്ന അല്ലെങ്കിൽ തൊഴാൻ വരുന്നതിൽ കൂടുതൽ ആളുകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. പക്ഷേ മറ്റാർക്കും ഇല്ലാത്തൊരു സാധനം നമ്മുടെ ജാസിക്ക് നേരിടേണ്ടി വന്നു, ഒരു ദുരനുഭവം. ഈ ജാസിയുമായിട്ട് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ഈ ജാസി. കാരണം എനിക്ക് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. പക്ഷേ ഈ ഒരു സാധനത്തിൽ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യണമെന്ന്, പുള്ളിക്കാരിയോ അവരെ ജാസിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം. ജാസിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് അവിടെ ചെന്ന കുറേ ചേട്ടന്മാർക്ക് കടിമൂത്തിട്ട് ജാസിയെ പോയി അങ്ങ് ചൊറിഞ്ഞു. അത്രേ ഉള്ളൂ. കേട്ടോ, നിങ്ങൾ എനിക്കറിയാം വിളക്കെവിടെ, ഇതാണ് ചോദിക്കുന്നത്. കാരണം ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് അതായത് നമ്മുടെ അറിവ് പ്രകാരം ജാസി ഒരു പുരുഷനായ ഒരാളായിരുന്നു. പുള്ളിക്കാരൻ സ്ത്രീയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ചെന്ന് വേഷം കെട്ടി നിന്നു. അപ്പം നിൻ്റെ വിളക്കെവിടെ? വിളക്കില്ല, നീ എന്തിനു വന്നു? വിളക്ക് കാണിക്കുക, വിളക്കിൻ്റെ രസീത് കാണിക്കുക. നിന്നെ എനിക്കറിയാം. ഇതാണ് ശരിക്കും അവിടുത്തെ പ്രശ്നം. അതായത് രണ്ട് കാരണങ്ങളുണ്ടാവാം ഇതിൻ്റെ പിന്നിൽ. ഒന്ന് സോഷ്യൽ മീഡിയ ഫെയിമാണ്, ജാസി ഇഷ്ടമല്ല, ഒന്ന് ചൊറിഞ്ഞേക്കാം. അല്ലെങ്കിൽ ജാസി ഒരു മറ്റ് മതത്തിൽപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് അത് പറഞ്ഞ് ചൊറിയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇത് പറഞ്ഞൊന്ന് ചൊറിഞ്ഞേക്കാം. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഫേമസ് പോപ്പുലർ ഫിഗറാണ്, ഒന്ന് ചൊറിയുമ്പോൾ ഒരു സുഖം. അതായത് ഓൾറെഡി അറിയാം, ജാസി എനിക്കറിയാം, അപ്പം പിന്നെ നീ വിളക്ക് കാണിച്ചിട്ട് പോയാൽ മതി എന്നൊരു സാധനമാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ചേട്ടന്മാരുടെ ശാസ്ത്രപ്രകാരം ട്രാൻസ്ജെൻഡർ ആയിട്ടൊരാളോ അല്ലെങ്കിൽ പുരുഷനോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിളക്കെടുത്തിരിക്കണം. വിളക്കെടുക്കാതെ പോകാൻ പറ്റില്ല. അത് ഞങ്ങളുടെ നാടിൻ്റെ ശാപമാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. ഭഗവതി തൊഴാൻ വന്നാൽ ഓക്കെ ഭഗവതി തൊഴാൻ വിളക്ക് വേണം. ആ സംസാരിക്കുന്ന അയാൾക്കാണ് കൂടുതൽ ചൊറി മൂത്തിരിക്കുന്നത്. തൊഴാൻ വന്നാണ് വിളക്ക് വേണം. നീയൊക്കെ അപ്പോൾ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? നിൻ്റെയിലൊക്കെ വിളക്കുണ്ടോ? നീയൊക്കെ എന്തിനാണ് പുരുഷൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്നത്? സ്ത്രീ വേഷം കെട്ടി നീയൊക്കെ പോയി തൊഴുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവരെന്ത് ചെയ്യണമെന്ന് നമ്മളാണോ തീരുമാനിക്കുന്നത്? ആ അമ്പലത്തിൽ വരുന്ന എല്ലാവരും സ്ത്രീ വേഷം കെട്ടി അല്ലെങ്കിൽ വിളക്കെടുത്ത് ദൈവത്തെ തൊഴണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണ്ടേ? നിങ്ങളെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ചുമ്മാ ചൊറിയാനായിട്ടൊരു ചൊറി.
വിളക്കെടുക്കുന്ന ആളാരാണെന്ന് ചേട്ടന്മാർക്ക് അറിയണം. അതായത് നമ്മുടെ പൗരത്വ ബോധമാണത്. ആ വിളക്കെടുക്കാൻ വന്ന ആരാ? നീ വിളക്കെടുക്കാൻ വന്ന, അല്ലെങ്കിൽ നീ വിളക്കെടുക്കാൻ വന്നതല്ല, നീ വിളക്കെടുക്കാൻ വന്ന ആളുടെ കൂടെ വന്നാണ്. വിളക്കെടുക്കാൻ വന്നത് ഇന്ന ആളാണ്, ഇന്ന ആൾ ഇന്ന വസ്ത്രം കെട്ടി ഇന്ന വിളക്കെടുത്ത് ഇത്രയും നമ്പർ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെന്നാണ് അണ്ണന്മാർ പറയുന്നത്. അതായത് ആ നാടിൻ്റെ രക്ഷകരാണ് ഇവർ. ആ നാടിനെ ഇവരാണ് സംരക്ഷിക്കുന്നത്. ഇവരുടെ കയ്യിലാണ് നാടിരിക്കുന്നത്. കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞാൽ സദാചാരത്തെണ്ടികൾ. കണ്ടോ, വിളക്ക് കൂപ്പണുണ്ടോ? ആളെവിടെ അറിയണം. അറിയാതെ പറ്റത്തില്ല അങ്ങ്. അതായത് അവിടെ അല്ലാതെ ഈ വിളക്കെടുക്കാനല്ലാതെ ഒരു ട്രാൻസ്ജെൻഡർ അവിടെ വന്നുകൂടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ കൊല്ലം ഇപ്പോൾ ശോകമായിട്ട് വരുമോ? കുറച്ച് നാൾ ചീത്തപ്പേരൊന്ന് മാറിയിരുന്നതായിരുന്നു. ഇവരെ കൊണ്ട് വിളക്കെടുപ്പിക്കണം. ഇവർ വിളക്കെടുത്ത് തൊഴുതിട്ട് പോയാൽ മതി. അതാണ് ഞങ്ങളുടെ നാടിന് നല്ലത്. നിങ്ങൾ വിളക്കെടുത്തേ പറ്റത്തുള്ളൂ. എവിടെ വിളക്കിൻ്റെ കൂപ്പണം അവിടെ അങ്ങ് ചൊറിഞ്ഞ് കീറും. നമ്മൾക്ക് രക്തം തിളക്കുകയാണങ്ങ്. അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർ ആ അമ്പലത്തിൽ തൊഴാൻ വന്നു. അവർ മറ്റ് മതസ്ഥിൽപ്പെട്ടവരായിക്കോട്ടെ, അതിലേക്ക് നമുക്ക് വരാം. അവർ ആ അമ്പലത്തിൽ തൊഴാൻ വന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഉത്സവം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ വന്നു. ഒരുപാട് പേര് അവിടെ കാഴ്ചക്കാരായിട്ട് വരുന്നുണ്ട്. ഇവർ മാത്രമല്ലേ, ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ആളുകൾ വളഞ്ഞിട്ടിട്ട് ആക്രമിക്കുകയാണ്. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ മെൻ്റലി കേട്ടോ. നിൻ്റെ വിളക്ക് ഇവിടെ കൂടെ വന്ന ആളാണ് വിളക്കെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ ആ ആൾ വിളക്കെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും കാണിച്ച് വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് അവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. എന്തൊരവസ്ഥയാണ്! ഒരാൾക്ക് ട്രാൻസ്ജെൻഡർ ആകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ഇല്ലേ? അല്ലെങ്കിൽ ആൾ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ദോഷമായിട്ട് സാധനം ചെയ്താൽ നമ്മൾ പ്രതികരിക്കുന്നതിന് ന്യായമുണ്ട്. അവരൊരു പ്രശ്നമില്ലാതെ അവർ മര്യാദയ്ക്ക് വന്ന് ഇത് കണ്ടിട്ട് പോകുന്നതിൻ്റെ ഇത് ആർക്കാണ് ഇത്ര പ്രശ്നം? ഇത് തന്നെ പ്രശ്നം. അവർ ഫേമസ് സ്പീക്കറാണ്, അവരെ അറിയാം, ഒന്ന് ചൊറിയണം, അത്രേ ഉള്ളൂ. അങ്ങനെ വന്ന് ഇരുന്നൂടാന്ന്. അതായത് സ്ത്രീയുടെ വേഷം കെട്ടി, അല്ലെങ്കിൽ സാരി എടുത്ത്, അല്ലെങ്കിൽ സ്ത്രീ വസ്ത്രം ധരിച്ച് ആരും അവിടെ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പോയി പാൻറ് ഷർട്ടും അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്തുകൊണ്ട് വരണം. സ്ത്രീ വേഷം ധരിച്ചു കഴിഞ്ഞാൽ വിളക്കെടുക്കണം. അത് നിർബന്ധം. ഞങ്ങളുടെ നാടിന് ദോഷം ചെയ്യുമെന്ന്. എൻ്റെ ദൈവമേ, ദൈവത്തിനില്ലാത്ത നിയമങ്ങളൊക്കെ ആണല്ലോ അണ്ണന്മാർക്ക്. ഞങ്ങളുടെ നാടിന് ദോഷമാണ് ഇങ്ങനെ ഒരുങ്ങി നിന്നിട്ട് വിളക്കെടുക്കാതിരുന്ന. വിളക്കെടുക്കണം, മസ്റ്റായിട്ട് വിളക്കെടുക്കണം. അവിടെ വന്നിരിക്കുന്ന സ്ത്രീകളെല്ലാം അപ്പോൾ നിങ്ങൾ വിളക്കെടുപ്പിക്കുമോ? അതോ സ്ത്രീകളെല്ലാം അന്ന് പുരുഷൻ്റെ വസ്ത്രം ധരിച്ച് വരണോ? അല്ലെങ്കിൽ അവിടെ വരുന്ന പുരുഷന്മാരെല്ലാം എന്തൊക്കെ പലതരം മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മതത്തിൻ്റെ പേരിൽ പലതരം വട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇമ്മാതിരി കുറേ വട്ടന്മാർ, അതായത് സ്ത്രീവേഷം കെട്ടിയിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഒരു പുരുഷനോ വന്നു കഴിഞ്ഞാൽ വിളക്കെടുത്തില്ലെങ്കിൽ നാടിനത് ശാപമാണ്, നാടിനത് ദോഷമാണ്. കൊള്ളാം. അപ്പോൾ അവിടെ അന്നേ ദിവസം ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നു. പുഷ്പടാണ് സാരിയൊക്കെ കൊടുത്ത് അഭിനയിക്കുന്നെങ്കിൽ വിളക്കെടുത്തിട്ട് പുഷ്പ പോകാവൂ. താന്നാലും ഇല്ലെങ്കിലും പുഷ്പ വിളക്കെടുക്കണം. പുഷ്പ വിളക്കെടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ നാടിന് പ്രശ്നമാണ്. വല്ലാത്ത ജാതി വട്ടന്മാർ. നോർമലി സോഷ്യൽ മീഡിയ നമുക്ക് സന്തോഷമാണ്. വളരെ വളരെ നല്ല കാര്യം. പക്ഷേ പബ്ലിക്കിൽ നിങ്ങൾ വിളക്കായിട്ട് വരുന്ന ആളാണ്, മനസ്സിലായോ? അതൊരു ഐതിഹ്യത്തിന് വളരെ മോശമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, നാടിന് പ്രശ്നമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് അവരത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, ഓക്കെ. ഇതായത് അവർക്കിതിൽ നിന്ന് നിസ്സാരമായിട്ട് ഊരായിരുന്നു. ഞാൻ വിളക്കെടുക്കാൻ വന്നതാണ്, ആ വിളക്കപ്പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞവർക്ക് ഊരായിരുന്നു. പക്ഷേ അവർ യാതൊരു തരത്തിലുള്ള കള്ളവും പറയാതെ ഇത് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി പോകേണ്ട ചടങ്ങാണ്, ഞാൻ സർജറി ചെയ്തിട്ടിരിക്കുകയാണ്, ഞാൻ ട്രാൻസ് ആയതുകൊണ്ട് ഇപ്പം എനിക്കത് ചെയ്തുകൂടാ എന്ന് അവർ വളരെ മാന്യമായിട്ട് മര്യാദയായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമയത്തെല്ലാം അവർ ചൊറിയണം. എനിക്കറിയാം, നിങ്ങളുടെ വിളക്കവിടെ ഞങ്ങളുടെ നാടും നശിച്ചേ പോകും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ. ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സാധനം കാണിക്കാവേ. മറ്റൊരു ട്രാൻസ്ജെൻഡർ പെൺകുട്ടി ഇതേപോലെ പോയി സംസാരിക്കുന്നത്. പക്ഷേ അത് വിളക്കെടുത്തില്ല, കുഴപ്പമില്ല, നാടിന് പ്രശ്നമൊന്നുമില്ല. വിളക്ക് ഇപ്പൊ സർജറി കഴിഞ്ഞ കാരണം വിളക്കെടുക്കാൻ പറ്റില്ല. സർജറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വിളക്കെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തൊഴാൻ പോയി. ഇതിനകത്ത് ബേസിക്കലി ഇവരാണ് നമ്മുടെ നാട്ടിലുള്ള, കൊല്ലമെന്ന് പറയാൻ തന്നെ നടക്കടേ, നമ്മുടെ
നാട്ടിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൻ്റെ ആചാരത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ ശരിക്കും മാനിച്ചത് ഇവരാണ്. ശരിക്കും അതിനെ അപമാനിച്ചത്, ഇതിനെതിരെ എതിർത്ത ആളുകളാണ്. ഞാൻ സർജറി ചെയ്ത ഒരാളാണ്, ഞാനൊരു പുരുഷനല്ല, ഞാനൊരു സ്ത്രീയാണ്, ഐഡൻറ്റിറ്റി സ്ത്രീയാണ്, ഞാനത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണെന്ന് ചിന്തിച്ചത് അവരാണ്. നമുക്ക് പക്ഷെ അങ്ങനെയല്ല. സ്ത്രീവേഷം കെട്ടിയോ വിളക്കെടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാടിന് പ്രശ്നമാണ്, നമ്മുടെ നാടിലെ പ്രശ്നം, ഇല്ലെങ്കിൽ ഇവന്മാർ തന്നെ പ്രശ്നം ഉണ്ടാക്കും. അതാണ് സംഭവം. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ട്രാൻസ്ജെൻഡർ ആകുക എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. നമ്മുടെ നാട്ടിൽ നിലവിലെ സാഹചര്യത്തിൽ അത് ലീഗലാണ്. അപ്പോൾ നമ്മുടെ നാടിനും നമ്മുടെ ഗവൺമെൻറ്റിനും ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ് കുറേ എണ്ണം മാറി. ഈ സാധനം ഇൻസ്റ്റാഗ്രാമിലിട്ട സാത്താൻ 666 എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. ആ അണ്ണൻ്റെ ഇത് തന്നെ എഴുതി വെച്ചേക്കുന്നത് ജാസിത്താത്തയ്ക്ക് രക്ഷകനായി നമ്മുടെ ഫാൻഡം. ആ പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു അതിനകത്ത് നിന്ന് മാറ്റിയതൊക്കെ. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അറുശോകം. ഇത്രയും മനസ്സിന് വൈകൃതമുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം. അവർക്ക് മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത പക്ഷം അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. നമുക്കെന്താ പ്രശ്നം? അവർ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ റോഡ് സൈഡിൽ നിന്നിട്ട് ആളുകളെ നിർബന്ധിച്ച് പിടിച്ചു പറിക്കുന്നു, ആളുകളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ എതിർക്കുന്നത് നമ്മൾ ന്യായീകരിക്കാം. അവർ മര്യാദയ്ക്ക് ഒരുപാട് ആളുകൾ കൂടി നടക്കുന്നൊരു ആഘോഷം അവർ വന്ന് കണ്ടിട്ട് പോകുന്നതിന് ഇവിടെ ആർക്കാണ് ഇത്ര പ്രശ്നം? ഇനി ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഈ ജാസീനെ ഫോളോ ചെയ്ത് തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് വരുന്നുണ്ട്. ആ സാധനം ഞാനിവിടെ ഇട്ടേക്കാം. അതായത് വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇട്ട ആ ആളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറഞ്ഞാൽ യാ അല്ലാന്ന്, മനസ്സിലായോ? അതായത് നിൻ്റെ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് നീ ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് എത്ര ഫ്രെയിം ചെയ്തിട്ടും കാര്യമില്ല. അവർ ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. അവർ ട്രാൻസ്ജെൻഡർ ആയിട്ടോ അല്ലെങ്കിൽ ആണായിട്ടോ പെണ്ണായിട്ടോ എന്ത് കുന്തമായിട്ട് വേണമെങ്കിലും മറ്റൊരാൾക്ക് ദോഷം ചെയ്യാതെ ജീവിച്ചു പോട്ടെ. മറ്റൊരാളെ ദ്രോഹിക്കുന്നത്, അയാളെ മാനസികമായി തകർക്കുന്നതാണോ പ്രിയ സുഹൃത്തെ താങ്കൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ഇവിടെ എത്രയോ ആൾക്കാർ നല്ല രീതിക്ക് വിശ്വാസത്തെ കാക്കുന്നുണ്ട്. ഇതുപോലുള്ള കുറേ അവന്മാർ ഒരു തരത്തിൽ പറ്റത്തില്ല. എനിക്ക് ഈ ജാസിയുടെ അവസ്ഥ കണ്ട് നല്ല വിഷമം തോന്നി കേട്ടോ. അവർ പെട്ടുപോയി, അവർ പ്രൂവ് ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ നമുക്കറിയില്ലല്ലോ, ഇനി അടുത്ത വർഷം തൊട്ട് നിങ്ങളവിടെ പോകുന്നവർ ഓർക്കുക, സൂക്ഷിക്കുക. നിങ്ങൾ സ്ത്രീവേഷമാണെങ്കിലും പുരുഷവേഷമാണെങ്കിലും അവിടുത്തെ കുറേ സദാചാര അണ്ണന്മാരുണ്ട്, അണ്ണന്മാരെ കാണിക്കണം, എന്നല്ല നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇല്ലെങ്കിൽ നാട് മുട്ടിഞ്ഞു പോകും, നാടിന് ദോഷമാണ്. ഇപ്പോൾ ഓർമ്മ വരുന്ന മറ്റേ ഫഹദ് ഫാസിൽ പറഞ്ഞ ഡയലോഗാണ്, നീയാണല്ലോ കോടതി പോടാ. ഇത്രേ ഉള്ളൂ സംഭവം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.